അയ്യപ്പ സംഗമത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് കത്തയച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അയ്യപ്പനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നത് സർക്കാർ അവസാനിപ്പിക്കണമെന്നാണ് കത്തിലെ ആവശ്യം. വിശ്വാസ സംരക്ഷണം എന്ന പേരിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് സർക്കാരിന്റെ കാപട്യമാണെന്നും വിമർശനം. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, നാളെ അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കോൺഗ്രസിന് ഏത് രീതിയിലാണ് ഇപ്പോൾ KC വേണുഗോപാൽ കത്തയച്ചിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? നാളെ പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കിയതിന് തൊട്ടുപിന്നാലെയാണ് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയക്കുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് UDFന്റെ നിലപാട് ഈ അയ്യപ്പ സംഗമത്തിലേക്ക് ഭക്തജനങ്ങൾ പോകാൻ പാടില്ല എന്നതാണ്. ഇതുമായി സഹകരിക്കാൻ പാടില്ല എന്നൊരു ആഹ്വാനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും ഒടുവിൽ ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളിയിലെ സ്വർണത്തിന്റെ തൂക്കം കുറഞ്ഞതിലടക്കം വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഈ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത് ദേവസ്വമാണ്. ഒപ്പം സർക്കാർ അതിന് കൂട്ടുപിടിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിലേക്ക് ഭക്തജനങ്ങൾ സഹകരിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അതിന് തൊട്ടുപിന്നാലെ ആണ് നേരത്തെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശനവുമായി KC വേണുഗോപാൽ രംഗത്തെത്തുന്നത്. എന്തുകൊണ്ട് നിലപാട് തിരുത്താതെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. പ്രതിപക്ഷം ഇപ്പോൾ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ചത്. അതിൽ ഒന്ന്, ഈ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരങ്ങൾ, ആ സമരങ്ങളുടെ പേരിൽ ഭക്തജനങ്ങളുടെ പേരിൽ ചുമത്തിയ കേസുകൾ പിൻവലിക്കുമോ എന്നതാണ്. രണ്ടാമത്, അന്ന് സ്വീകരിച്ച നിലപാട് തിരുത്തുമോ, സുപ്രീം കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് തിരുത്താൻ സർക്കാർ തയ്യാറാകുമോ? ഈ 2 കാര്യങ്ങൾ സർക്കാർ നിലപാട് തിരുത്തിയാൽ സഹകരിക്കാം. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദീകരണം നൽകണം, അതിൽ അന്വേഷണം വേണം. ഇങ്ങനെയുള്ള 3 ആവശ്യങ്ങളിൽ സർക്കാർ പോസിറ്റീവായ നിലപാടെടുത്താൽ മാത്രമേ സഹകരിക്കൂ എന്നതാണ്. എന്തായാലും നാളെ പ്രതിപക്ഷം ഈ പരിപാടിയുമായി സഹകരിക്കില്ല, ബഹിഷ്കരിക്കില്ല എന്ന് പറയുമ്പോൾ പോലും പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. റോഷിപാൽ, സഭയിലടക്കം ഈ വിഷയം ഉന്നയിച്ചപ്പോഴും അല്ലെങ്കിൽ ഉന്നയിക്കാനുള്ള ശ്രമം അടക്കമുണ്ടായിരുന്നു. നമുക്കറിയാം ഇതിലിപ്പോൾ ഈ സർക്കാരിന്റെ കാപട്യമാണ് എന്നുള്ളൊരു വിമർശനമാണ്. ഒപ്പം ഇത് ഈ അവസാന മണിക്കൂറിൽ, അതായത് അയ്യപ്പ സംഗമത്തിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും മുഖ്യമന്ത്രി ഉടൻ തന്നെ പമ്പയിലേക്ക് എത്തും. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സമയത്ത് പോലും വിവാദങ്ങൾ ഒഴിയുന്നില്ല എന്ന് തന്നെയല്ലേ? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് CPM നേതൃത്വം ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് എന്ന വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. അതിൻ്റെ കൃത്യമായ സൂചനകൾ, ആ തരത്തിൽ ഒരു പ്രചാരണത്തിന് കോൺഗ്രസ് തീരുമാനമെടുത്തു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോൾ KC വേണുഗോപാൽ നൽകിയ കത്തിലൂടെ വ്യക്തമാകുന്നത്. തുറന്ന കത്ത് എഴുതുന്നതിലൂടെ KC വേണുഗോപാൽ ലക്ഷ്യമിടുന്നത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയം, അത് പൊതു ഇടത്തിൽ ചർച്ച ചെയ്യുക എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ അവസാന നിമിഷം മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് എഴുതുന്നത്. മാത്രവുമല്ല, ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇത് സംബന്ധിച്ച കൃത്യമായി നിലപാട് പറയുകയും ചെയ്തു. കാരണം ഏതെങ്കിലും തരത്തിൽ അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചാൽ അത് വിശ്വാസികൾ UDFിനെതിരാകുമെന്ന ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിമർശനം ഉയർത്തുന്നതും. ഏതായാലും ഇത് രാഷ്ട്രീയ ലക്ഷ്യമാണ്, ഇതിന് പിന്നിൽ വോട്ട് മാത്രമാണ് ലക്ഷ്യമിടുന്നത് സർക്കാരും LDFും എന്ന വിമർശനമാണ് UDF കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. ഓക്കെ, വ്യക്തമാണ്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. അയ്യപ്പ സംഗമത്തിനെതിരെയാണ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് KC വേണുഗോപാൽ. അയ്യപ്പനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നത് സർക്കാർ അവസാനിപ്പിക്കണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം.